തട്ട് ബിരിയാണി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി. ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ഫേമസ് ചെയ്ത് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ബിരിയാണിക്ക്. മാത്രമല്ല ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ജീരകശാല റൈസല്ല ഈ ബിരിയാണി ഉണ്ടാക്കേണ്ടത്, നമ്മളുടെ കൈമ റൈസ് ഇല്ലേ ആ അരി കൊണ്ട് ഇതുപോലത്തെ ഈ ചെറിയ അരി, ഈ അരിയിലാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കേണ്ടത്. ഞാനിവിടെ 1/2 കിലോ ജീരകശാല റൈസ് എടുത്തേക്കുന്നത്. 1/2 കിലോ എന്ന് പറയുമ്പം 2.5 കപ്പ് അരി. അതിനുവേണ്ടി ഞാൻ 600 ഗ്രാം ചിക്കൻ എടുത്തേക്കുന്നത്. ഈ അരി ഒന്ന് അരമണിക്കൂർ കുതിർക്കണം. നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പൊന്ന് കുതിരാനിട്ടാൽ മതി. ഈ ബിരിയാണിക്ക് നമ്മൾ വലിയ ഉള്ളിയല്ല എടുക്കേണ്ടത്, ചെറിയ ഉള്ളി എടുക്കേണ്ടത്. ഈ ചെറിയ ഉള്ളിയാണ് ഈ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 350 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മളുടെ കൈ സൈസ് പറയുവാണെങ്കിൽ ഒരു 3 കൈ നിറയെ നല്ല കൂമ്പാരമായിട്ടെടുക്കണം. അത്രയും ചെറിയ ഉള്ളിയാണ് ഈ ബിരിയാണിക്ക് വേണ്ടുന്നത്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതുപോലെ 1/4 കപ്പ് വെളുത്തുള്ളി വേണം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു കൈ നിറയുണ്ട്. അതുപോലെ 2 ഇഞ്ച് സൈസിൻ്റെ ഒരു പീസ് ഇഞ്ചി. മിക്സിയുടെ ജാറിലോട്ട് 2 ഇഞ്ച് സൈസിൻ്റെ 3 പീസ് പട്ട, വലിയൊരു തക്കോലം, 8 ഏലക്ക, 12 ഗ്രാമ്പൂ, പിന്നെ ഈ കറുത്ത സ്റ്റിക്കില്ലേ മറാഠി മുഗു എന്ന് പറയും, ഉണ്ടെങ്കിൽ ഒരു ചെറുതൊരെണ്ണം ഇട്ട് കൊടുക്കണം, ഒരു ചെറുത് മതി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്. ഇത് നമുക്ക് ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഇതിപ്പം ഞാൻ കുറച്ചൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഇഞ്ചി ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇനി 5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. വലിയ പച്ചമുളകാണെങ്കിൽ ഇതുപോലെ ഒന്ന് 2-3 ഒടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഈ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇനി ഈ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പം ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 50 ml ഡാൽഡയും കൂടെ ചേർത്ത് കൊടുക്കണം. ഡാൽഡ എന്ന് പറയുന്നത് വനസ്പതി. ഇപ്പോൾ ഈ ഡാൽഡ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഈ ചതച്ച് വെച്ചേക്കുന്ന ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം എല്ലാം പോയി എണ്ണയെല്ലാം ഒന്ന് തെളിയുന്നിടം വരെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ 1/2 കിലോ റൈസിൻ്റെ അളവാണല്ലോ പറയുന്നത്. നിങ്ങളിപ്പോൾ 1 കിലോ റൈസും അതിനനുസരിച്ച് ചിക്കനും എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ചെറിയ ഉള്ളി ഏറെ വേണ്ടി വരും. അപ്പോൾ അത് നിറയെ പൊളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ 350 ഗ്രാം ചെറിയ ഉള്ളിയുടെ കൂട്ടത്തിൽ ഒരു 2 വലിയ സവാളയും കൂടെ എടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഈ ഡബിൾ സൈസ് ചെറിയ ഉള്ളി എടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ചെറിയ ഉള്ളി നിങ്ങൾ 350 ഗ്രാം എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിലായിരിക്കണം 2 സവാളയും കൂടെ അരിഞ്ഞിടേണ്ടത്. ഇപ്പോൾ ഈ അരപ്പിൻ്റെ പച്ചമണം എല്ലാം നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കത്തില്ല. ഈ ബിരിയാണി ചെറിയൊരു ബ്രൗൺ നിറത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. ഇതിൻ്റെ നിറം ഒരു ചെറിയ ബ്രൗൺ നിറമാണ്. ഇതിലോട്ട് ഇനി 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ തൈര് മസാലയിലൊന്ന് നല്ലതായിട്ട് യോജിക്കണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം, 1 കൈപ്പിടി അളവ്. പിന്നെ കുറച്ച് പുതിനയില, അതും 1 കൈപ്പിടി അളവ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ചുപ്പും കൂടെ.
ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 2.5 കപ്പ് അരി എടുത്തേക്കുന്നത്. ഈ 2.5 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് ഞാൻ അളന്ന് വെച്ചേക്കുന്നത്. ഈ 4.5 കപ്പ് വെള്ളം ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ 1 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ബാക്കി 3.5 കപ്പ് വെള്ളം നമുക്ക് ഇതിലോട്ട് ഇനി ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമേ തന്നെ 2.5 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം അളന്ന് ചൂടാക്കി ഇട്ടേക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ വേവുന്നിടം വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ ഈ ചിക്കനൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ബാക്കിയുള്ള 3.5 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് ഇനി ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യമേ ശകലം ഉപ്പ് ചേർത്തായിരുന്നു. പോരാത്ത ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് ശകലം മുമ്പിൽ നിൽക്കണം. ഒരുപാടല്ല, ശകലം മുന്നിട്ട്. എങ്കിലേ ഉള്ളൂ നമ്മൾ ഈ റൈസൊക്കെ വെന്ത് വരുമ്പം പാകത്തിന് ഉപ്പിരിക്കത്തുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുതിർത്ത് വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. നിങ്ങളിത് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വേണം ഇത് കുതിരാനിടേണ്ടത്. പിന്നെ ഈ കുതിർത്ത അരിയുടെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു ഫുൾ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത വെള്ളമില്ല, അത് കുറച്ചൊന്ന് വറ്റണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇളക്കുമ്പോൾ ഈ അരി ഇങ്ങനെ കാണണം. ഇതിനകത്ത് ഇപ്പോൾ ശകലം വെള്ളമേ ഉള്ളൂ. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് ദം ചെയ്യാനുള്ളതാണ്. ഈ ഒരു പരുവത്തിലിരിക്കണം. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടി ഇരുമ്പിൻ്റെ ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു അലൂമിനിയം പ്ലേറ്റോ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കണം. അതുപോലെ നമ്മൾ ഈ അടി വെച്ച് കൊടുക്കുന്ന കല്ല് നല്ലതായിട്ട് ചൂടായിട്ട് വേണം ഈ ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്തെടുക്കണം. ഞാനിതിപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു 13 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം കണ്ടല്ലോ, ബിരിയാണിയൊക്കെ നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ശകലം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നല്ല ബിരിയാണിയൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ട് വന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അതുപോലെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.